വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാലേഷു സർവദാ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ വടക്കേയറ്റത്ത് കാസർഗോഡ് ജില്ലയിലെ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചാണ് ചിത്രാഞ്ജലിയിലൂടെ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രമെങ്കിലും വിശ്വാസികളായ ഭക്തജനങ്ങളുടെ സജീവമായ കമ്മിറ്റിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. കാസർഗോഡ് നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി മധുവാഹിനി പുഴയോരത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിനായകന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും ശിവപ്രതിഷ്ഠയാണ് ആദ്യം പ്രതിഷ്ഠിച്ചത്. അടൂർ, മധൂർ, മുഞ്ചങ്കാവ്, കണിപുര എന്നിങ്ങനെ 4 ക്ഷേത്രങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളാണ്. മധൂർ എന്ന സ്ഥലനാമത്തിന് പിന്നിൽ ഒരു ചെറിയ ചരിത്രമുണ്ട്. മൊഗേറു വംശജയായ മദറു എന്ന കർഷക സ്ത്രീ പുല്ലരിയാൻ പോയപ്പോൾ അവരുടെ അരിവാൾ ഒരു കല്ലിൽ തട്ടുകയും ആ കല്ലിൽ നിന്ന് രക്തം വാർന്നു വരാൻ തുടങ്ങുകയും ചെയ്തു. ഇതു കണ്ട് പരിഭ്രമിച്ച അവർ സ്വജനങ്ങളെ അറിയിക്കുകയും അവൾ കുമ്പിള സീമയിലെ രാജാവിനെ ബോധിപ്പിക്കുകയും ചെയ്തു. രാജാവ് പരിവാര സമേതം പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ആ ശില പരിശോധിച്ചപ്പോൾ ഒരു ശിവലിംഗാകൃതിയിലുള്ള പ്രത്യേക ശിലയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ ശില സ്ഥാപിക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ മധുവാഹിനി നദിക്കരയിൽ ഒരു പശുവും പുലിയും അടുത്തടുത്തായി വിശ്രമിക്കുന്നത് കണ്ടെത്തി. അങ്ങനെയാണ് മധൂർ എന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞുവരുന്ന ഐതിഹ്യ കഥ. ഗജവൃക്ഷാകൃതിയിൽ 3 തട്ടുകളിലായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഉദയാസ്തമന പൂജയും അപ്പം, പഞ്ചകജായം എന്നിവയുമാണ്. ഇവിടുത്തെ മൂടപ്പ സേവ പ്രസിദ്ധമാണ്. അപ്പം കൊണ്ട് ഗണപതി വിഗ്രഹത്തെ മൂടുന്ന ചടങ്ങാണ് മൂടപ്പ സേവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആത്മീയ ഭക്തജനങ്ങളെ, ഞാൻ പ്രൊഫസർ ശ്രീനാഥ് കാസർഗോഡ്, ഇവിടുത്തെ റിസപ്ഷൻ കമ്മിറ്റിൻ്റെ ഒരു അംഗമാണ്. മധൂർ ശ്രീ മദനന്തേശ്വര ക്ഷേത്ര ഞങ്ങളെ കുമ്പളസീമയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ 4 ക്ഷേത്രങ്ങളാണ് പ്രമുഖമായത്. അടൂർ, മധൂർ, കാവു പറഞ്ഞാൽ മുജുങ്കാവു, കണിപ്പുര പറഞ്ഞാൽ കുമ്പള, ഇങ്ങനെ 4 അമ്പലങ്ങളാണ് പ്രമുഖമായ അമ്പലങ്ങൾ. പിന്നെ പൈക്ക, ബെതിലെടുക്ക, അമ്പിലെടുക്ക, പുത്തിക എന്ന 4 തെയ്യസ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇവിടെ മധൂർ അമ്പലത്തിൽ ശിവനാണ് പ്രധാനിയായെങ്കിലും ശ്രീമദ് അനന്തേശ്വര ശ്രീ സിദ്ധിവിനായക ദേവസ്ഥാന എന്ന് പറയുന്നതാണ്. അപ്പോൾ സിദ്ധിവിനായകന് ഇവിടെ കൊടുക്കേണ്ട സേവയെ പ്രമുഖമായിട്ട് ഉദയാസ്തമാന എന്ന സേവ ബഹള പ്രമുഖമാണ്. കുട്ടികൾ പഠിക്കുന്ന കാലത്തിൽ ഒരു പരീക്ഷയ്ക്കായിട്ടും വീട് കെട്ടുന്ന കാലത്തിൽ അതിൻ്റെ പാൽ കാച്ചൽ സമയത്തിലും അതുമല്ലാതെ മംഗലാവട്ടെ ഏത് കാര്യങ്ങളാവട്ടെ ഉദയാസ്തമാന സേവ ഇവിടെ മധൂർ അമ്പലത്തിൽ എല്ലാവരും നാട്ടുകാരെല്ലാം നൽകുന്ന പ്രമുഖമായ ഒരു സേവയാണ്. രണ്ടാമത് ഇവിടെ അപ്പസേവാണ്. ഈ അപ്പസേവ എന്നതിൽ സഹസ്രപ്പുണ്ട്, ഉദയാസ്തമാനത്തിന് കിട്ടുന്ന അപ്പ സേവയുണ്ട്, പച്ചപ്പ സേവയുണ്ട്, മുടിയപ്പ സേവയുണ്ട്.
ഇങ്ങനെ വേറെ വേറെ വിധത്തിൽ ഗണപതിക്ക് അപ്പസേവ സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഒരു കാണിക്കയാണ് അഥവാ ഒരു സംഭവമല്ലാതെ ഈ ഇവിടുത്തെ ഗണപതിക്ക് പ്രത്യേകമായി മൃണ്മയ മൂർത്തിയാണ്. ഇത് ഞങ്ങളെ ഇതിൽ കല്ലിൻ്റെ മൂർത്തിയായെങ്കിൽ ഇവിടെ മൃണ്മയ മൂർത്തിയാണ്. ഗോഡയിൽ ഉദിച്ച ഗണപതിയാണ് ഞങ്ങൾ പറയുന്നത്. ചില ആൾ പറയുന്നതിന് ഇത് വളർന്നുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ ഉണ്ട്. ഇവിടെ പ്രമുഖമായിട്ട് അപ്പസേവയാണ്. അപ്പം മൂടപ്പ എന്ന് പറഞ്ഞാൽ അപ്പ കൊണ്ട് ഗണപതിനെ മൂടുന്ന ഒരു പരിപാടിയാണ്, ഒരു കാര്യമാണ്. ഇത് കറുമ്പിൻ്റെ കോട്ട കട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പ നിറക്കലാണ്. അങ്ങനെ നിറക്കുന്ന ഒരു പരിപാടിയാണ് മൂടപ്പ സേവ. ഈ മൂടപ്പ സേവ കഴിഞ്ഞ 1794 ആദ്യം നടന്നത് ഒരു ചരിത്രം കിട്ടുന്നുണ്ട്. 95 നടന്ന ചരിത്രം കിട്ടുന്നുണ്ട്. അതുമല്ലാതെ 1962 മൂടപ്പ സേവ നടന്നു. ബഹള വൈഭവയുതമായിട്ട് നടന്ന ഒരു സേവയാണ്. അതിൻ്റെ പിന്നെ 64 കോട്ടിനാമാർച്ചന എന്ന ഒരു സേവാരൂപത്തിൽ നടന്ന ഒരു പരിപാടിയാണ്. അത് പരിപാടി അതുമല്ലാതെ ഈടം ഈ വർഷം മറ്റന്നാൾ ഏപ്രിൽ 7 വരെ, മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ എല്ലാ ഭക്തജനങ്ങളിലും ഞങ്ങൾ ആദരത്തോട് നിങ്ങളെ ഇവിടുത്തെ സ്ഥലത്തിന് വരാൻ ക്ഷണിക്കുന്നുണ്ട്. 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ 5ാമത്തെ മൂടപ്പ സേവയ്ക്ക് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. 1795, 1797, 1962, 1992 എന്നിങ്ങനെയുള്ള വർഷങ്ങളിലാണ് മുൻകാലങ്ങളിൽ മൂടപ്പ സേവ നടന്ന വർഷങ്ങൾ. കാസർഗോഡ് നിന്ന് റോഡ് മാർഗം 7 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാം. കാസർഗോഡ് നിന്നും ധാരാളം ബസ്സുകൾ ഈ മഹാക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തി വരുന്നു. ക്യാമറമാൻ ചിത്രാഞ്ജലിയോടൊപ്പം ഡോക്ടർ ശ്രുതി.